സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് റിയാദ് റഹീം സഹായ സമിതി അറിയിച്ചു. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും സഹായ സമിതി അംഗങ്ങളും റിയാദ് ഗവർണറേറ്റിലെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പണം നൽകാനുള്ള മാർഗനിർദ്ദേശം തേടിയാണ് അംഗങ്ങളെത്തിയത്. മരിച്ച സൗദി പൗരന്റെ കുടുംബത്തിന് നൽകാനുള്ള ദിയാധനമായ 15 മില്യൺ റിയാൽ അഥവാ 34 കോടി രൂപ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം തേടിയാണ് സഹായ സമിതിയും എംബസി ഉദ്യോഗസ്ഥരും റിയാദ് ഗവർണറേറ്റിൽ എത്തിയത്. പണം സർട്ടിഫൈഡ് ചെക്കായി നേരിട്ട് കുടുംബത്തിന് നൽകണോ അതോ കോടതിയുടെ അക്കൗണ്ടിലേക്ക് നൽകണോ എന്ന നിർദ്ദേശം ഗവർണറേറ്റ് നൽകും. ഈ നിർദ്ദേശം വന്നാൽ ഉടൻ തന്നെ നാട്ടിൽ സമാഹരിച്ച 15 മില്യൺ റിയാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറും. തുടർന്ന് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ സൗദിയിലെ ഇന്ത്യൻ എംബസി തുക സർട്ടിഫൈഡ് ചെക്കായി ഗവർണറേറ്റ് നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്കും നൽകും. ഇതോടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ പ്രധാന ഘട്ടം പൂർത്തിയാകും. പിന്നീട് ഇരുവിഭാഗത്തിന്റെയും അഭിഭാഷകർ കോടതിയിൽ ഹാജരായി മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. തുടർന്നായിരിക്കും റഹീമിന്റെ വധശിക്ഷ റദ്ദ് ചെയ്യുന്നതും മോചനത്തിനുള്ള ഉത്തരവിടുന്നതും. റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളിക്കൊപ്പം ജലീൽ കണ്ണമംഗലം, 24.